ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു റൂമിലേക്ക് വരുമായിട്ട് രാത്രി താങ്ക് യു സാർ എന്ന് പറയുകയാണ്. സാറോ, നിൻ്റെ പുതിയ നാടകമാണോ സാറിന് വിളിക്കണത്? അല്ലെങ്കിൽ സാധാരണ നീ കണ്ണേട്ട എന്നാണ് വിളിക്കണത് എന്ന് പറയുവാണ്. ഒളിഞ്ഞു കേൾക്കുവാണ് ഇതെല്ലാം തന്നെ രാധികാമ്മ. ആ സമയത്ത് ഗീതു പറയണ്ട്, ഞാൻ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് സാറിന് വിളിച്ചത്. അത് കൊള്ളാം, കണ്ണേട്ട എന്ന് പറഞ്ഞ പുതിയ നാടകത്തിന് ശേഷം നിൻ്റെ പുതിയ നാടകം സാറേ എന്നുള്ള റെസ്പെക്റ്റോടുള്ള വിളി കൊള്ളാം, നിൻ്റെ അഭിനയമൊക്കെ കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്താണ്, മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് കയറാൻ ഇറങ്ങി പോകാനായിട്ട് ഞാൻ നിൻ്റെ പല പ്രാവശ്യം പറഞ്ഞാൽ നിൻ്റെ നാടകമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല നിന്നെ പറയാട്ടെ. അതൊക്കെ ആയിട്ട് നമ്മുടെ ആദ്യം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ രണ്ടും കൂടി വഴക്ക് പിടിക്കേണ്ടതെന്ന് പറയുകയാണ്. ആ സമയത്ത് ഗീത് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും സാറിനോട് എനിക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്. കാരണം ഇന്ന് കിഷോറിനെ ചവിട്ടി അരയ്ക്കാൻ എനിക്ക് സാധിച്ചു, അതിനെല്ലാത്തിനും കാരണം സാറാണ് എന്ന് പറയുവാണ്. അതിനുശേഷം ഗീത് പറയുന്നുണ്ട്, അതില്ലേ അവർണികയും കിഷോറും കൂടി എൻ്റെ ക്യാബിനിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് ഗോവിന്ദ് പറയാണ്. അതെന്താ കേൾക്കാത്തത്? ഞാൻ പറയട്ടെ, ഇന്ന് കിഷോറിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയണ്ടേ, വേണ്ട, എനിക്കറിയണ്ട, ഞാൻ അതെല്ലാം കണ്ടുവെന്നോ? എങ്ങനെ? CCTV വഴി. ഓഹോ, അപ്പം നിങ്ങൾ വല്ല ഒളിഞ്ഞു കാണുമായിരുന്നല്ലേ, നിങ്ങൾ സ്പൈ വർക്ക് ചെയ്യുമായിരുന്നല്ലേ? ഞാൻ പഴയ കാമുകനായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സംശയത്തോടു കൂടി കാണുമായിരുന്നല്ലേ? ആ സമയത്ത് ഗോവിന്ദ് പറയട്ടെ, നിന്നെക്കാളും ദേഷ്യം എനിക്ക് അവനോടുണ്ടേ. അവൻ കാരണോ നീ എൻ്റെ തലയിലായത്? നീ എന്നോട് അവനാണ് മറ്റേ അങ്കിളിൻ്റെ മരുമാനെന്ന് നീ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ലേ? നീ മെസ്സേജ് അയച്ചു, നീ എപ്പം മെസ്സേജ് അയച്ചടി എന്നൊക്കെ ഗോവിന്ദ് പറയാണ്. അത് കേൾക്കുമ്പോൾ രാധിക നമുക്ക് ടെൻഷൻ ആവണ്ട കേട്ടോ. ഈശ്വര, സത്യങ്ങളൊക്കെ അവൻ അറിയുമല്ലോ. അവളെങ്ങനെ അയച്ച മെസ്സേജ് കാണിച്ചാൽ പിന്നെ തീർന്നു. രാധിക അപ്പം തന്നെ ഓടി വരാണ് റൂമിലേക്ക്. എന്താ പിള്ളേർ ഇത്? വേറെ ആർക്കും കിടന്നുറങ്ങണ്ടേ? ഏത് നേരവും കീരിയും പാമ്പും പോലെ എപ്പോഴും വഴക്ക് തന്നെ. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഗീതു, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ പോവാൻ നോക്ക്, നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗീതു എന്ന് പറയുമ്പോൾ, അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ മാറി താമസിക്കണില്ല, ഈ രാധികാവ് മാറി താമസിക്കട്ടെ എന്ന് പറയണം. ഞങ്ങൾ അന്ന് മേടിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം നല്ല പീസ്ഫുൾ സ്ഥലം, അവിടെ പോയി താമസിച്ചു എന്നൊക്കെ നമ്മുടെ രാധികാവിനെ കളിയാക്കി പറഞ്ഞിട്ട് ഗീതു അപ്പുറത്തെ റൂമിലേക്ക് പോവുകയാണ്. അപ്പുറത്തെ റൂമിലേക്ക് പോകണ ഗീതു കണ്ണാടിയിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഗീതുവിൻ്റെ പ്രതിബിംബം വരുവാണ്. ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാന്ന് കൊഞ്ചി വിളിക്കുമ്പോൾ ഒരു കൊഞ്ചിക്കണ പോലെ തോന്നണില്ലേ എന്ന് പറയണം. ആ പേര് കണ്ണേട്ടാന്നൊരു കൊഞ്ചണ പേര് പോലത്തെ ഇല്ലേ എന്ന് പറയുമ്പോൾ ആ പ്രതിബിംബം പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ കണ്ണേട്ടാന്നുള്ള പേരിനെ കൊഞ്ചലുണ്ട്, അപ്പോൾ കൊഞ്ചിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഗോവിന്ദ് സാറിനെ എല്ലാം ചോദിക്കുമ്പോൾ. ഗോവിന്ദ് സാറിനെ കൊഞ്ചിക്കണ കാര്യമല്ല, ആ പേരിനോടൊരു കൊഞ്ചലൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ കണ്ണേട്ടാന്ന് വിളിക്കണത്, ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചെന്ന് പറയുമ്പോൾ ആ പ്രതിബിംബം പറയുന്നുണ്ട്, അത് മാത്രമല്ല മോളെ, നിനക്ക് അവനോട് ഗോവിന്ദിനോട് പ്രണയമുണ്ട്. എനിക്കോ പ്രണയോ? അനാവശ്യം പറയരുത് കേട്ടോ എന്ന് നമ്മുടെ പ്രതിബിംബത്തോട് ഗീതു പറയുമ്പോൾ പ്രതിബിംബം പറയുന്നുണ്ട്, നിനക്ക് പ്രണയമുണ്ട്, നിൻ്റെ ഉള്ളിനുള്ളിൽ നീ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഞാനത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൂവുകയെ എന്ന് പറയുമ്പോൾ, അതേ, അനാവശ്യം പറയരുത്, പോവാൻ നോക്കുകയെ, പോയിക്കേ, വെറുതെ എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ, നീ എത്രയൊക്കെ അത് മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും മോളെ, നീ ഇപ്പം തന്നെ ഗോവിന്ദനോട് പോയി പറ, നിൻ്റെ പ്രണയം പറ, അതൊന്നും പറ്റില്ല, പോയിക്കേ എന്ന് പറഞ്ഞിട്ട് ഗീതു പ്രതിബിംബത്തെ പറഞ്ഞയക്കുവാണ്. അതിനുശേഷം ഗീതു കിടന്ന് ആലോചിക്കുകയാണ്, അതെ, തനിക്ക് ഗോവിന്ദനോട് പ്രണയമുണ്ട് എന്ന് ഗീതു മനസ്സിലാക്കുക കേട്ടോ. പിന്നെ കാണിക്കണം അവർണികേനെയാണ്. അവർണിക സ്വിച്ച് ഇടുമ്പോഴേക്കും ഫാൻ കറങ്ങുന്നില്ല, കറണ്ട് പോയിരിക്കുക. അയ്യോ, എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ കിഷോർ വരുന്നുണ്ട്. ആ സമയത്ത് അവർണിക പറയുന്നുണ്ട്, ഈ റൂമിലൊന്ന് AC ആക്കണമെന്ന് പറയുമ്പോൾ കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ, സാമ്പത്തിക സ്ഥിതി വളരെ മോശമല്ലേ, ഇപ്പോൾ AC ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും, എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോൻ തന്നെയാണ്. ഇത്ര സാമ്പത്തിക സ്ഥിതി മോശമാൻ ആരാ കാരണം? നിങ്ങളുടെ മോൻ. എന്നിട്ട് ഇന്ന് ഓഫീസിൽ പോയിട്ട് എന്തായിരുന്നു കിച്ചുയുടെ പ്രകടനം? എന്താണ്, സ്വന്തം ഓഫീസ് പോലെയല്ലേ അഹങ്കാരം കാണിച്ചത് എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, അതെ, ആ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ആൾക്ക് എന്തൊരു ജാടയാണ്, അവരുടെ ജാട കാണാൻ എനിക്ക് ആ ഓഫീസിൽ പോകാൻ തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ പോയേ പറ്റൂ, ഗീതാഞ്ജലിക്ക് നിന്നോട് പഴയ ഒരു കണക്ക് കൂടി തീർക്കാനുണ്ടല്ലോ. പഴയ കണക്കോ എന്ന് കിഷോർ സംശയത്തോടു കൂടി ചോദിക്കുമ്പോൾ നമ്മുടെ അവർണിക പറയട്ടെ, പഴയ കണക്കെന്ന് ഉദ്ദേശിച്ചത് അവർ ബാംഗ്ലൂർ വന്നപ്പോഴേക്കും നീ അവരൊരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ, അപ്പോൾ അവർക്ക് തോന്നിക്കാണും നിനക്ക് ഭയങ്കര ജാടയാണെന്ന്, അതുകൊണ്ടിട്ടായിരിക്കും ഗീതാഞ്ജലി തിരിച്ചൊരു മറുപടി തന്നത് ഇന്ന്. എന്തായാലും അവരോട് മര്യാദക്കൊക്കെ പെരുമാറണം കേട്ടല്ലോ. അതുമാത്രമല്ല, അവരൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞില്ലേ, ആ പ്രൊജക്റ്റ് നീ നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കണം, അവർക്ക് തിരിച്ചൊരു പറയാനൊരു വാക്ക് പോലും ഉണ്ടാവരുത്, ഗുഡ് എന്ന് വേണം അവർ പറയാനായിട്ട് എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് കിഷോർ പറയുന്നുണ്ട്, അത് ഞാൻ എന്തായാലും ഗീതുവിനെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറയുമ്പോൾ, ഗീതുവോ? ഏത് ഗീതു? അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, ഞാൻ ഗീതു എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടിൻ്റെ പേര് ഗീതു എന്നാണ്. പഴയ ഫ്രണ്ടോ കാമുകിയോ എന്ന് അവർണിക ചോദിക്കുമ്പോൾ, ഫ്രണ്ടാന്ന് പറയുമ്പോൾ അവർണിക പറയുന്നുണ്ട്, നിനക്ക് പഴയ കാമുകിയില്ല, ആദ്യമായിട്ട് പ്രണയം തോന്നിയത് എന്നോടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എൻ്റെ ഇത്രയോ സ്വത്തുക്കളൊക്കെ നിനക്ക് വേണ്ടി നിൻ്റെ കാൽക്കിഴി ഞാൻ എല്ലാം സമർപ്പിച്ചത്, എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചത്. നിനക്ക് എന്തെങ്കിലും പെണ്ണ് കേസോ പഴയ പ്രണയമോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ കിഷോറെ, ഞാൻ എൻ്റെ സ്വഭാവം
സ്വഭാവം നീ മാറ്റരുതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിഷോറിൻ്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അവർണിക പറയണ്ടേ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്കിക്കെന്ന് പറയുമ്പോൾ കിഷോറിൻ്റെ അമ്മക്ക് വിഷമമാട്ടോ. അവരകത്തേക്ക് പോയിരുന്ന് കരയുമ്പോൾ ശ്രീജ പറയേണ്ട അമ്മേ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കണത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളത് ഭരിക്കാൻ നിൽക്കണം, അവരോട് ഇറങ്ങി പോകാൻ പറയാമെന്ന് പറയുമ്പോൾ മോളെ അങ്ങനെയൊന്നും പറയരുത്, എല്ലാത്തിനും കാരണം നിൻ്റെ ചേട്ടൻ തന്നെയല്ലേ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ കിഷോർ പറയുന്നുണ്ട് അമ്മ വിഷമിക്കല്ലേ, കുറച്ച് നാൾ കൂടി അവളുടെ മുമ്പിൽ തലകുനിച്ച് നിന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ എത്ര നാൾ തലകുനിച്ച് നിൽക്കോടാ, 250 കോടിയാണ് നീ കാരണം നഷ്ടം വന്നിരിക്കുന്നത്, ആ നഷ്ടം നികത്താതെ നഷ്ടം നികത്തണ വരെ അവർ ഞങ്ങളെ അടിമകളെപ്പോൾ തന്നെ കാണുള്ളൂ അമ്മേ, എനിക്ക് വേണ്ടി അമ്മ ഒന്ന് ക്ഷമിക്കേ, എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവും, എല്ലാവർക്കും ഒരേ കാലം കഷ്ടകാലം മാത്രം വരില്ല അമ്മേ, നല്ല കാലവും വരും എന്നൊക്കെ പറയട്ടെ നമ്മുടെ കിഷോർ അമ്മേനെ സമാധാനിപ്പിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രീജ ഇങ്ങനെ പറയേണ്ട അമ്മേ വാ അമ്മേ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് പോകുവാണ്. അതിനുശേഷം വിജയലക്ഷ്മിനാണ് കാണിക്കുന്നത്. വിജയലക്ഷ്മി ഗീതുവിനെ ഫോൺ വിളിക്കുക. ഹലോ ഗീതു, മാഡം പറ, അതെ ഞാനിന്നൊരു യാത്രയുടെ കാര്യം പറഞ്ഞിരുന്നു, മറന്നുപോയോ നീ? ഇല്ല മാഡം ഞാൻ മറന്നിട്ടില്ല, ഞാൻ അത് റെഡിയായി നിൽക്കുക, മാഡം ലൊക്കേഷൻ അയച്ചില്ലല്ലോ, ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ട് ലൊക്കേഷൻ അയക്കാട്ടോ മോളെ, അപ്പം തന്നെ നീ വരാം മാഡം എന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ വെക്കുക. അതിനുശേഷം വിജയലക്ഷ്മി സാന്ദ്രയുടെ അടുത്ത് പറയണ്ട, സാന്ദ്രേ ദേ ഗീതുവിന് സോഫ്റ്റ്വെയറിൽ കുറച്ച് അറിവ് കുറവാണ്, സാന്ദ്ര എല്ലാം പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ശരി മാഡം ഞാൻ എല്ലാം പഠിപ്പിച്ച് കൊടുത്തോളാം എന്ന് പറയാണ്. പിന്നെ അവർ ചെമ്പകശ്ശേരിയിലേക്ക് എത്തുക കേട്ടോ. അവിടെ മറ്റേ ഇങ്ങനെ പാലുകാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വീട്, പൂക്കളൊക്കെ വെച്ചിട്ട്. ആ വീട് കാണുമ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മിയുടെ കണ്ണുകൾ എന്ന് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.